ടീമിന്റെ മീറ്റിംഗ് ആണ്. അതിന്റെ കരുത്തനായ നേതൃത്വം ഡോക്ടർ അബ്ദുള്ളക്കുട്ടി സാറിന്റെ എജുസ്ലോട്ടാണ്. സാർ പ്ലീസ് സ്റ്റാർട്ട്. Good morning. Happy learning morning. Once again, happy learning morning. Thank you so much. A special thanks to the table for this privilege and my team, business owners also for this privilege. നമ്മുടെ ലൈഫിൽ സ്ലൈഡ് പ്ലീസ്. ടീം നമ്മുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കൈകൾ, നിങ്ങളുടെ കൈകളിലേക്കൊന്ന് നോക്കൂ. ടീം, വിരലുകൾ ഒരു ടീമാണ്. തലയിലൊന്ന് തടവി നോക്കൂ, മുടി ഒരു ടീമാണ്. മുടി ഇല്ലാത്തവർക്കും ഒക്കെ അല്ലെങ്കിൽ കഷണ്ടി ഒരു അവിടെ വെക്കുമല്ലോ. എനിവേ, നമ്മുടെ ലൈഫിൽ ഫുള്ള് ടീമാണ്. കൈയും കാലും ഹൃദയവും സിസ്റ്റങ്ങൾ, 11ഓളം പ്രധാനപ്പെട്ട സിസ്റ്റങ്ങൾ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ടീമിന്റെ മന്ത്ര എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടീമിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു എന്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ടീമാണ്. ടീമിന്റെ ഏറ്റവും വലിയ പ്രയോജനം അവിടെ കാണാം. ടീം വർക്ക് ഡിവൈഡ്സ് ദ ടാസ്ക് ആൻഡ് മൾട്ടിപ്ലൈ ദ സക്സസ്. ടാസ്കിനെ കുറയ്ക്കുന്നു, പക്ഷെ സക്സസിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് ടീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് ദി ടീം. ഒരു ടീമിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ മെമ്പേഴ്സാണ്. അതിനകത്ത് മെമ്പേഴ്സാണ്, ഈച്ച് ഇൻഡിവിജ്വൽ മെമ്പർ. ദ സ്ട്രെങ്ത് ഓഫ് ടീം എന്ന് പറയുന്നത് മെമ്പറാണ്. മെമ്പറിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ടീമാണ്. ഇത് പരസ്പരം വളരെ വളരെ കണക്റ്റഡ് ആണ്. അങ്ങനെ നമ്മൾ ടീമിലോട്ട് വരുന്ന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. രണ്ട് തരത്തിലെ ടീം. ഇതിൽ ഒരു തരത്തിലെ ടീം മാത്രമേ എന്റർപ്രണർക്ക് ആശ്വാസം നൽകുന്നുള്ളൂ. മറ്റത് എന്നും തലവേദന ആയിരിക്കും. എത്ര പെയിൻ കില്ലർ കഴിച്ചാലും മാറാത്ത തലവേദന. അതിൽ ദ ഫസ്റ്റ് ടീം വാർ ടീമാണ്. WAR. ഇത് നമ്മൾ വിചാരിക്കുന്ന വാർ ഒന്നുമല്ല. വി സ്റ്റാൻഡ്സ് ഫോർ വിഷൻ. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ഇതാണോ, വാർ. WAR ടീം, മറ്റത് VAR ടീം. എനി ഐഡിയ അബൌട്ട് ദിസ് വാർ? ചെറിയ മാറ്റം മാത്രമേ സ്പെല്ലിങ്ങിലുള്ളൂ, പക്ഷേ അതുണ്ടാക്കുന്ന നമ്മുടെ ടീമിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, VAR means vision plus action. വിഷൻ ലീഡ്സ് ടു ആക്ഷൻ. വിഷനിൽ നിന്നൊരു ടീമിൽ ആക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും എന്നറിയോ? എന്താണ്ടാവുക? ആരെന്തായിരിക്കും? നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. ആരെന്തായിരിക്കും? എക്സാക്ട്ലി, നല്ലൊരു കയ്യിലെടുക്കാം. ഗുഡ്, എക്സാക്ട്ലി, യു പ്രെഡിക്റ്റഡ് ഇറ്റ്. ഇറ്റ് ഈസ് റിസൾട്ട്. ഒരു ടീമില് എന്തുണ്ടാവണം? വിഷൻ പ്ലസ് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് റിസൾട്ട് ഉണ്ടാവും. അതൊരു ടീമിന്റെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു ടീം നമുക്ക് ഉണ്ടെങ്കിൽ എന്റർപ്രണർക്ക് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. നെക്സ്റ്റ് ടീം എന്ന് പറയുന്നത് ഡേഞ്ചറസ് ആണ്. ഇറ്റ്സ് റിയലി ആക്ഷൻ ഉണ്ട് അവിടെ. ദർ ഈസ് ആക്ഷൻ ഉണ്ട്. പക്ഷേ ആക്ഷന്റെ തുടക്കം എവിടെ നിന്നറിയോ? വെറിയിൽ നിന്നാണ്. വെറി ആക്ഷൻ. വെറിയിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത്, ഒരു ടീമിൽ നിന്ന് അസ്വസ്ഥതയിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? ദ റിസൾട്ട് ഈസ് റിയാക്ഷൻ. എനി ഗസ്? എനി അതർ ഗസ്? റിഗ്രറ്റ് ആണ് ടീമിൽ ഉണ്ടാവുക. റിഗ്രറ്റ് മീൻസ് ഖേദങ്ങൾ, എന്നും നിരാശകൾ. കാരണം എന്താണെന്നറിയോ? അവിടെ വിഷൻ ഇല്ല, വെറുപ്പുണ്ടാവും. വെറുപ്പും വിദ്വേഷമുള്ളത് കച്ചവടം കുറയും. നെഗറ്റീവ് എനർജി നമ്മുടെ ബിസിനസ്സിലേക്ക് ഓടി വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് അവിടുത്തെ വെറിയെ മാറ്റാൻ ടീമിനെ നമ്മൾ സെറ്റാക്കേണ്ടതുണ്ട്. WAR അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എന്താ വേണ്ടത്? VAR സമം വിഷൻ, ആക്ഷൻ പ്ലസ് റിസൾട്ട്. വിഷൻ ഉണ്ട്, പക്ഷെ ആക്ഷൻ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? അത് വെറുമൊരു ഡ്രീം മാത്രമാണ്, വെറുമൊരു സ്വപ്നം. ഒരിക്കലും നടക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ നമ്മൾ എന്റർപ്രണേഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് അറിയോ? നമുക്ക് 100% ഓണേഴ്സിനും വിഷൻ ഉണ്ട്. നോ ഡൗട്ട്, നിങ്ങൾക്ക് വിഷൻ ഉണ്ട് അല്ലേ? നമുക്ക് വിഷൻ ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുക? നമ്മുടെ വിഷൻ താഴോട്ട് ഇറങ്ങൂല. നമ്മുടെ വിഷൻ നമുക്ക് ഷെയർ ചെയ്യാനുള്ള കഴിവില്ല. 30 to 40% ഓഫ് ദ ടീം ഈസ് വിത്ത് ദ വിഷൻ. നമ്മുടെ ടീമിന് നമുക്ക് വിഷനിലേക്ക് ആരാ എത്തിക്കേണ്ടത്? നമ്മുടെ ടീമിനെ ആരാ വിഷനിലേക്ക് കൊണ്ടുപോകേണ്ടത്? നമ്മളാണ്. ആ വിഷൻ ഷെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റിക്ക് പോലും കമ്പനിയുടെ വിഷനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന റോളുണ്ട്.
എല്ലാവർക്കും റോളുണ്ട്. ഞാൻ പറയാ, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ ഒരു ചെടിമരം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെടിക്ക് പോലും വിഷനിൽ റോളുണ്ട് എന്നുള്ള. വിഷൻ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നൊരു വിഷൻ്റെ ഒരു ഡേഞ്ചർ എന്ന് പറയുന്നുണ്ടല്ലോ. സെക്യൂരിറ്റി 5-10% സെക്യൂരിറ്റി സ്റ്റാഫിന് മാത്രമേ നമ്മുടെ വിഷനെ കുറിച്ച് ഐഡിയ ഉള്ളൂ. അപ്പോൾ വിഷൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? വെറിയ ഉണ്ടാവുക, വിഷമങ്ങളാണ് ഉണ്ടാവുക. ഇത് വളരെ വളരെ ഡെബേണസിസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊരു വിഷന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. നമ്മൾ സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മൾ ശ്വസിക്കുന്നതും പുഞ്ചിരിക്കുന്നതും ഓരോ നടത്തവും ചലന നിശ്ചലനങ്ങൾ കംപ്ലീറ്റ് നമ്മുടെ വിഷനെ ആസ്പദമാക്കിയിട്ടാണ്. ആ വിഷൻ എന്ന് പറയുന്ന ആ പോസിറ്റീവ് എപ്പിഡമിക് നല്ല എപ്പിഡമിക്കാണ്. പോസിറ്റീവ് എപ്പിഡമിക് നമ്മുടെ സ്റ്റാഫിനും നമ്മുടെ സെക്യൂരിറ്റിക്കും നമുക്ക് കൊടുക്കാൻ സാധിക്കുമ്പോൾ ആണ് നമ്മുടെ കമ്പനി വളരുക. അപ്പോഴാണ് നമ്മുടെ കമ്പനി ക്ലാരിറ്റി ഓഫ് വിഷൻ, വളരെ വ്യക്തമായൊരു ക്ലാരിറ്റി വിഷൻ്റെ നമുക്ക് വേണം, നമ്മുടെ സ്റ്റാഫിന് വേണം, സെക്യൂരിറ്റിക്ക് വേണം, എല്ലായിടത്തും അത് വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് സിംപിളി. സെക്യൂരിറ്റിയോട് പോലും നമ്മൾ കൃത്യമായി വ്യക്തമായി ഈ വിഷൻ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അവനോട് പറയണം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ മുന്നോട്ടുള്ള കാഴ്ച. വിഷൻ എന്ന് പറയുന്നത് 5 വർഷത്തിന് ശേഷം നമ്മൾ എവിടെയാണ്, മുന്നോട്ടാണ് കാഴ്ച പോകുന്നത്. അതിന് വിഷൻ നേടാൻ നമുക്ക് എന്താ വേണ്ടെന്നറിയോ? വിഷനിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം മിഷനാണ്. മിഷൻ ഈസ് ഡെയിലി ആക്ഷൻ പ്ലാൻ ടു അച്ചീവ് ദാറ്റ് വിഷൻ. അപ്പോൾ അത് വളരെ കൃത്യമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അടുത്തത് കണക്ട് ഇമോഷണലി. കമ്പനിയിലെ ഓരോരുത്തർക്കും ഇമോഷണലി കണക്ട് ആകാൻ പറ്റിയ ഒരു വിഷൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. ആ വിഷനിലായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ദെൻ കംസ് ഇൻവോൾവ് ദ ടീം. ടീം ഫുള്ള് എന്തിൽ വേണം? ആ വിഷനിൽ വേണം. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലിങ്ക് വിഷൻ ഇൻ ടു ഡെയിലി വർക്ക്. നമ്മുടെ വിഷൻ്റെ ഒരു ഭാഗത്തൂടെ പോയിട്ട് കാര്യമില്ല, നമ്മുടെ ഡെയിലി വർക്കുമായിട്ട് ആ വിഷനെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കണം. പിന്നീട് വരുന്നത് കമ്മ്യൂണിക്കേറ്റ് കൺസിസ്റ്റൻ്റ്ലി. സ്ഥിരമായി വ്യക്തമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, സ്ഥിരമായി വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ലീഡ് ബൈ എക്സാമ്പിൾ. നമ്മളാണ് ഉദാഹരണം കാണിക്കേണ്ടത്. ആസ് എൻ ഓണർ വി ഷുഡ് എക്സാമ്പിൾ കൊടുക്കണം. എക്സാമ്പിൾ കൊടുക്കുന്നത് മറ്റുള്ളവർക്ക് ശരിക്കും മോട്ടിവേഷനായി മാറും എന്നുള്ളതാണ്. അതെവിടെയും ഓണ്ടർപ്രനർ എക്സാമ്പിൾ കൊടുത്താൽ ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ടീം വെരി മച്ച്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് സെലിബ്രേറ്റ് മൈൽ സ്റ്റോൺ. കൊച്ചു നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആഘോഷിക്കണം. എൻ്റർപ്രനേഴ്സ് എല്ലാവരും ഇടയ്ക്കിടക്കുണ്ടല്ലോ സ്വന്തം നേട്ടം നമ്മൾ, പക്ഷേ നമ്മളെ പുറത്ത് ആരും തട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും കയ്യിൽ നിന്ന് എടുത്തോളൂ. ഇവിടെ നമ്മൾ തട്ടേണ്ട ഒരു ഭാഗമാണ്. ഓക്കെ, നമുക്ക് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം, നമ്മുടെ ടീം സെലിബ്രേറ്റ് ചെയ്യണം. നമ്മുടെ നേട്ടങ്ങൾ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോഴാണ് അടുത്ത നേട്ടങ്ങളിലേക്ക് നമുക്ക് കീപ് അപ്ഡേറ്റിംഗ് ആൻഡ് ലിസണിങ്. അറിഞ്ഞുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷേ ഇത് വളരെ സിമ്പിൾ ആണെങ്കിലും വളരെ പവർഫുൾ ആയൊരു കാര്യമാണ്. നമുക്ക് വിഷൻ ഉണ്ടായിരിക്കണം, നമ്മുടെ വിഷൻ ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കണം, ആ വിഷനിലേക്ക് നമ്മുടെ സ്ഥാപനത്തിന് ഫുള്ള് നമുക്ക് എത്തിക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മളെ വേട്ടയാടാൻ വേണ്ടി പോകുന്നത് വെറീസ് ആണ്. വെറീസിൽ നിന്ന് ആക്ഷൻ ഉണ്ടാവുമ്പോൾ റിഗ്രറ്റ് ആണ് നമുക്ക് ഉണ്ടാവുക. റിഗ്രറ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് പുരോഗതി ഉണ്ടാവില്ല. നമ്മുടെ സാമ്പത്തികമായ ഫിനാൻഷ്യൽ കാര്യങ്ങൾ പുറകോട്ട് പോകും, സന്തോഷം പുറകോട്ട് പോകും, ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കില്ല, സൗഹൃദങ്ങൾ എൻജോയ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നും എൻജോയ് ചെയ്യാത്ത ഒരു ഈവൻ ആത്മഹത്യയിലേക്ക് പോകുന്നത് നമ്മൾ വെറി ആക്ഷൻ റിഗ്രറ്റിലേക്ക് പോകുന്ന സമയത്താണ്. കാരണം റിഗ്രറ്റ് എന്ന് പറയുന്നത് എന്നും ഒരു വേദനയാണ്. പല്ല് പറിച്ചാൽ മാറും, പ്രസവ വേദന പ്രസവിച്ചാൽ മാറും. പക്ഷേ റിഗ്രറ്റ് എന്ന് പറയുന്നത് ഒടുക്കത്തെ വേദനയാണ്. ഇത് പരിഹരിക്കാൻ വേറെ വഴികളൊന്നുമില്ല. വിഷൻ സെറ്റ് ചെയ്യുക എന്ന് മാത്രം. ഐ വിഷ് യു യുവർ കമ്പനി ആൻഡ് ആസ് എ പേഴ്സൺ WAR അല്ല VAR, വിഷൻ, ആക്ഷൻ ആൻഡ് റിസൾട്ട്. താങ്ക് യു.